സി അതായത് മിക്ക ആൾക്കാരും എങ്ങനെയാണ് പെട്ടുപോണത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിലായി പോണത് എന്നുള്ളൊരു ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഈ കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി. എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഭർത്താവാണ്, അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എനിക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെ നോക്കാനുള്ളത് ആരാണ്? ഓക്കെ, അപ്പം ഭാര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വന്നു. അപ്പോൾ ഈ അപകടം പറ്റിയ ഭാഗത്ത് നമുക്ക് അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ വീക്കായിട്ടിരിക്കുന്ന ഒരു ഭാഗം എക്സ്പോസ്ഡായി. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് അപകടമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേദനയായിട്ടും സങ്കടമായിട്ടും ഒക്കെ വരാം. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് അവിടെ സംഭവിക്കണം എന്താ? ഈ തെറ്റ് പറ്റി അല്ലെങ്കിൽ ഈ അപകടം പറ്റിയ വ്യക്തിക്ക് ഈ അപകടം പറ്റിയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ വരുന്നത് ഈ കോൺസിക്വൻസാണ്. അതായത് ഈ നോക്കുന്ന വ്യക്തിക്കാണ് പിന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ വിട്ടുപോണത്, നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എപ്പോഴാണോ നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ഭാഗം വിട്ടുപോണത്, അപ്പം നമുക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ വരും, പല രീതിയിലുള്ള ചിന്തകൾ വരും, പല രീതിയിലുള്ള സംശയങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ മറ്റൊരു വ്യക്തി രൂപപ്പെട്ട് വരികയും ആ വ്യക്തിക്ക് അവരുടെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർ നമുക്ക് ചില സഹായങ്ങൾ ചെയ്തു തന്നു എന്നുള്ള ഭാഗത്തേ അവരിയ്ക്കുള്ളൂ. അപ്പോൾ ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലാകുമ്പോൾ തുണിയും കുപ്പായവും എല്ലാം എടുത്ത് അവിടെ വന്ന് നിങ്ങളെ പരിചരിക്കും, നിങ്ങളെ കൂടെ ഇരിക്കും. പക്ഷെ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഭാര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണതെങ്കിൽ പിന്നീട് ഈ ചെയ്ത ഉപകാരങ്ങൾ അവർ ഓർത്ത് വെക്കാൻ കാരണമാവും. അപ്പം നമ്മളും തന്നെ അപകടം പറ്റിയപ്പോൾ മറ്റൊരാൾ നമ്മളെ സഹായിച്ചതുകൊണ്ട് നമ്മളും തന്നെ ഈ അപകടം പറ്റിയ ഭാഗത്തേക്ക് നോക്കുന്നതിന് പകരം ഈ സഹായിച്ച ആളോട് ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ വരും. അപ്പോൾ നോക്കുക അവിടെ എന്താ സംഭവിക്കണമെന്ന്. പിന്നീട് പലപ്പോഴായിട്ട് നമ്മുടെ സത്യസന്ധത നമുക്ക് നഷ്ടപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ വരുമ്പം ഈ അപകടത്തിൽപ്പെട്ട അവസ്ഥ ശരീരത്തിലുള്ളത് കൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാൻ പറ്റില്ല. എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഈ ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ളതാണ് കോൺഫിഡൻസും അപകടവും എല്ലാം. അപ്പോൾ അപകടം വന്നു കഴിഞ്ഞൊരു വ്യക്തിയെ ആ വ്യക്തി പിന്നീട് സംസാരിക്കുമ്പം ഈ അപകടത്തിൻ്റെ ട്രോമ ആ ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ വീണ്ടും അവിടെ സപ്രഷൻ വരുമ്പോൾ എന്താ ചെയ്യുക? ഈ വ്യക്തി അതായത് നമ്മളെ സഹായിച്ചെന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൺട്രോളിൽ, കാരണം അയാൾക്കും അറിയില്ല ഇയാൾക്ക് എന്തിനാണ് ഇയാളെ കൺട്രോൾ ചെയ്യണം. അയാൾ നോക്കുമ്പോൾ എന്താ, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്താണ്, ഇയാൾ ഇനിയും അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അയാളുടെ ഒരു കൺട്രോള് അയാൾ പോലും അറിയാതെ നമ്മളടുത്തേക്ക് വരും. അപ്പോൾ ആ കൺട്രോൾ വരുമ്പം നമുക്ക് പലപ്പോഴായിട്ട് ദേഷ്യം പിടിക്കും, സങ്കടങ്ങൾ വരും. അപ്പോഴൊക്കെ എന്താണ്, നമ്മുടെ ഉള്ളിൽ വേദനയാണ്. കാരണം ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ദേഷ്യം പിടിച്ചു പോകണം. അപ്പോൾ ദേഷ്യം പിടിച്ചു പോകുമ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാനുള്ള ആളാണ്. ഈ സാധനവും കിടക്കുന്ന ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള പിടിയും വലിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സഹായിച്ച ആൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അയാൾ നിരന്തരം അത് വെച്ച് നമ്മളെ കൺട്രോൾ ചെയ്യും. എന്തിനാ ഇങ്ങനെ ഇരിക്കണേ, എന്തിനാ അങ്ങനെ നടക്കണേ, കുറേ കാര്യങ്ങൾ. കാരണം എന്താ, നമ്മുടെ വീക്ക്നെസ്സാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ രണ്ടുപേരും ലൈഫിൽ റിച്ച് ആവുന്ന ഭാഗത്ത് കണക്ഷൻ ഇല്ല. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഒരിക്കലും അത് വരാനും പോണില്ല. അവിടെയാണ് നമ്മൾ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എടുക്കുന്നത്. മനസ്സിലായോ? കാരണം അവിടെ എന്താ, രണ്ടുപേരുടെയും ആവശ്യം അപകടമില്ലാതെ പോണ അവസ്ഥയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അപകടം പറ്റുമ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് മറ്റൊരാളെ സഹായിച്ചുണ്ടാക്കണ ബന്ധമല്ല. കാരണം അപകടം പറ്റാനുള്ള കാരണം എന്താ, എവിടെയോ എന്നിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ എൻ്റെ ശ്രദ്ധയെ എനിക്ക് മിസ്സായതുകൊണ്ടാണ്. ദൈവം തരിക എന്നുള്ള കാരണങ്ങളൊക്കെ നമുക്ക് പറയാം.
പക്ഷെ അതിനേക്കാൾ അപ്പുറം എൻ്റെ ശ്രദ്ധക്കുറവാണെന്ന് അംഗീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അംഗീകരിച്ച അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഞാൻ അങ്ങനെ ആദ്യം കുറേ റിജക്റ്റ് ചെയ്ത് പിന്നീട് അതിൻ്റെ ആ അക്സെപ്റ്റൻസ്, അപകടം വരാനുള്ള കാരണം ഇന്നതാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് സംസാരിച്ച്. എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിച്ച ആൾ എന്നുള്ളൊരു സാധനം വരുമ്പോൾ തന്നെ നമ്മൾ വിക്റ്റിമായി. പിന്നെ അവിടെ എന്താ സംഭവിക്കുക? ഇടയ്ക്കിടയ്ക്ക് ഈ സഹായം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഭയങ്കര സുഹൃത്ത് പോലീസ് ഓഫീസറുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അയാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിരന്തരം അയാളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് കള്ളുകുടിയനോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നൈരന്തര്യമായ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയെടുക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇയാളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ 2 അടിക്കാമല്ലോ, അല്ലെങ്കിൽ 2 വലിക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ നമ്മൾ ആ വ്യക്തിയുടെയും ആ പ്രവൃത്തിയുടെയും വിക്റ്റിമായിട്ട് മാറാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മളിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നിലനിർത്തുന്നത് എന്നുള്ള ആ വ്യക്തത നമ്മളെ കയ്യിൽ കിട്ടിയാലേ നമ്മൾക്ക് മറ്റൊരാളുടെ കൺട്രോളിലല്ലാത്തൊരു ജീവിതം യാഥാർത്ഥ്യമാവുള്ളൂ. കൺട്രോളിലായിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുനടപ്പാണ്, ഇത് കുടുംബം അങ്ങനെയാണ്, എൻ്റെ കുടുംബത്തോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്, എൻ്റെ ഭാര്യ എന്തെല്ലാം ചെയ്താലും എനിക്കതൊരു പ്രശ്നമല്ല, എൻ്റെ ഭർത്താവ് എന്തെല്ലാം ചെയ്താലും എനിക്കതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് കള്ള് കുടിക്കാത്തവർ മരിച്ചു പോകണില്ലേ, സിഗരറ്റ് വലിക്കാത്തവർ മരിച്ചു പോകണില്ലേ എന്നുള്ള കുറേ ന്യായങ്ങൾ നിരത്താം. മനസ്സിലായോ? പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട്, എന്താണ് ഈ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് എന്ന് ചെക്ക് ചെയ്യാൻ പോലും പരിശോധിക്കാൻ പോലും പറ്റാതെ മറ്റുള്ളവരുടെ കൺട്രോളിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട്, മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട്, കാരണം നമ്മുടെ ജീവിതമല്ലേ, എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ജീവനോടെ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം നിങ്ങൾ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ചെയ്യത്തിൽ തന്നെ നിങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുക. നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുന്നിടത്തുനിന്ന് പിന്നെ നമ്മുടെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ച് വെച്ച ഞാൻ വർക്ക് ചെയ്യിക്കുക. പക്ഷെ മനസ്സുകൊണ്ടല്ല നമ്മൾ ജീവിക്കണമെന്നുള്ളത് മനസ്സിനെ ഉപയോഗിക്കുക, എന്നിട്ട് ജീവനെ കൊണ്ട് ജീവിക്കുക.